പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതുപോലെ തന്നെ ഏറ്റവും വെയിറ്റ് ഒട്ടും കനവുമില്ലാത്ത വാതകം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിൽ 75% ഹൈഡ്രജൻ ആണ് എന്നാണ് പറയുന്നത്. ഇതിന് മണവുമില്ല, അതുപോലെ തന്നെ നിറവുമില്ല, അല്ലെ? അതുപോലെ തന്നെ ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഹൈഡ്രജൻ, HYDROGE എന്നാണ്, അല്ലെ? ഹൈഡ്രോ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? വെള്ളം എന്നാണ്. ജെൻ എന്നുള്ള വാക്ക് വന്നത് ജീനസ് എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ്, GNES, അതായത് നിർമ്മിക്കുന്നത് എന്നാണ്. അതായത് ടോട്ടലായിട്ട് ഒരുമിച്ച് വായിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? വെള്ളം നിർമ്മിക്കുന്നത്. അതായത് നമുക്കറിയാം ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേരുമ്പോഴാണ് വെള്ളമാകുന്നത്, H2O. സോ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഹൈഡ്രജൻ എന്നൊരു പേര് വന്നിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൽ നിന്ന് സൾഫർ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ഇന്ധനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ, മറ്റു രാസവസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമുക്കറിയാം മെഥനോൾ ആണ്. ഈ മെഥനോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് എന്ത്? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മുറിവുകൾ വൃത്തിയാക്കാനും അണുബാധ തടയാനും ഒരു ആന്റിസെപ്റ്റിക് ആയിട്ടും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്.